ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ശിശുവേണ്ണും ചോട്ടും മലയ്ക്ക് പോവുകയാണ്, ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പം ഇന്ന് അമ്പലത്തിൽ പോയിട്ട് മാല ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ശിശുവേണ്ണൊന്ന് കാറൊക്കെ നനച്ചിടുന്നുണ്ട്. എല്ലാവരും സെറ്റായി റെഡി ആയിട്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. ചിരിക്കടോ ഒന്ന് ചിരിക്കടോ ഒന്ന് ചിരിക്കടോ. അയ്യോ, മാല ഇടാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ, പൂജാ സാധനങ്ങളും മുണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കാറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചോട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ചോട്ട് ആദ്യമേ പറഞ്ഞിരുന്നു വൃശ്ചികം 1 മാല ഇടട്ടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനാണ് പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിടാന്നുള്ളത്. അപ്പം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡിസംബർ 4 പോവുകയാണല്ലോ. അപ്പോൾ ബാവ ചോട്ടിൻ്റെ മടിയിൽ കിടന്നിട്ട് പാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു രസം തോന്നിയിട്ടോ ആ കാഴ്ച കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടിക്കോട്ട് അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അമ്പലം. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. സ്വാമി ബാക്കി പറയൂ. അമ്പലത്തിൽ പോയി മാല കിട്ടു വന്നതല്ലേ, എന്തൊക്കെയാ ഇഷ്ടപ്പെട്ട വിശേഷം? ഇനിയിപ്പോൾ 7:30 ആകുമ്പോൾ വിടണം ചോട്ടിനെ. 6:30 ആയി ഇപ്പം തന്നെ. ഉറക്കണ്ട്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയുമാണ്. അതൊരു വികാരമാണ് അല്ലേ, പുട്ടും കടലക്കറിയും എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ കഴിക്കാൻ. എനിക്ക് പുട്ടും ചെറുപയറും ഇഷ്ടമാണ്, എന്നാലും കുറച്ചുകൂടെ ഇഷ്ടം കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ചോട്ടു നല്ല ക്ഷീണത്തിലാണ്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് ചെറുതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പിടി പിടിച്ചാലോ. അപ്പോൾ പുട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടലക്കറി ഒഴിക്കുന്നുണ്ട്, ഒരു പപ്പടം കൂടെ വെക്കുന്നുണ്ട്. ഡയറ്റാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ക്രേവിങ് വരുമ്പം ഞാനൊരു ചെറിയ കഷ്ണമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ എന്താണോ ക്രേവിങ് വരുന്നത് ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കും. അപ്പം നമുക്ക് അത്ര ക്രേവിങ്, ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സ്ട്രെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പതിയെ ഒന്നിങ്ങനെ പുട്ടൊക്കെ പൊടിച്ചിട്ടുണ്ട്. കുറച്ച് പപ്പടവും അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച്, പിന്നെ കുറച്ച് കടലമണികളും കൂടെ ഇങ്ങോട്ട് വെച്ച്, എന്നിട്ടൊന്ന് പതിയെ ഒന്ന് കുഴച്ച് കൊടുത്ത് ആഹാ ഓഫ്, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ടേസ്റ്റായിരുന്നു.
ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, കടലക്കറി അടിപൊളിയായിട്ട് അല്ല അമ്മ? ഞാൻ ഭയങ്കര കുക്കല്ലേ. അടിപൊളിയല്ലേ? ഹലോ, അപ്പോൾ ഞാനിതാ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരം വൈകി. 9:30 to 10:30 ആണ് ക്ലാസ്. ഇപ്പോൾ ഓൾറെഡി 9:30 കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇന്നൊരു 5 മിനിറ്റ് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് കാർ എടുത്ത് ഇറങ്ങിയത്. സാധാരണ 2 വീലറാണ് എടുക്കുന്നത്. കാർ എടുത്ത് ഇറങ്ങിയാൽ നമുക്ക് മുതലാവില്ല. മൺഡേ ടു സൺഡേ പെട്രോൾ അടിച്ച് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഫീസിൻ്റെ എത്രയോ ഇരട്ടി പൈസ ഞാൻ പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയപ്പം അങ്ങനെ. അപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും മിക്കവാറും. ചേവരമ്പലം വരെ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ട്. അതാണ് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ നല്ല ക്ലാസ് നമുക്ക് കിട്ടുമ്പം നമ്മളെല്ലാം കൂടെ അങ്ങ് എത്തിപ്പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ്. ദൈവമേ എന്നെ കാത്തുകൊള്ളണേ, ഒരു മുടക്കവും കൂടാതെ എനിക്ക് ക്ലാസ്സിന് എല്ലാ ദിവസവും പോകാൻ പറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ക്ലാസിക്കൽ ഡാൻസിന് എന്തായാലും എനിക്കിപ്പം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനോ വേറൊരു ടീച്ചറുടെ അടുത്ത് പോയി ചേരാനോ ഒന്നും പറ്റില്ല. എനിക്ക് അരമടലൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഡിസ്ലൊക്കേറ്റ് ആയില്ലേ എൻ്റെ കാല്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് കുറച്ചൊരു 10 കിലോ വെയിറ്റ് കുറച്ചിട്ട് മെല്ലെ ക്ലാസിക്കലിലേക്ക് തന്നെ മാറണം. പിന്നെ ഇത് ഞാൻ പഠിക്കാത്ത സ്റ്റൈലാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ പഠിക്കുന്നതിനേക്കാളും അറിയാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോൾ രസമല്ലേ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാ റീലൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പം ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. നല്ല ബ്ലോക്കാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല ബ്ലോക്കാണ്. ഇനി ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴാണോ എത്തുക, സിഗ്നലുണ്ട്. ഈ സിഗ്നൽ നമുക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല. കാരണം ചേവരമ്പലം സിഗ്നൽ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി കയറട്ടെ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാനിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു, പൊന്നു.